തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് തിരിച്ചെത്താം. ജീവിതത്തിലെ ഒരുമിച്ചുള്ള യാത്ര തെരഞ്ഞെടുപ്പിലും വിജയയാത്രയാക്കി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് ഒറ്റപ്പാലത്തെ UDF സ്ഥാനാർത്ഥികളായ ദമ്പതിമാർ. നിലവിലെ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ P. മായയും ഭർത്താവ് റിട്ടയർഡ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ KK ഉണ്ണികൃഷ്ണനുമാണ് അടുത്തടുത്ത വാർഡുകളിൽ മത്സരത്തിന് ഇറങ്ങിയിരിക്കുന്നത്. പാലപ്പുറം വനിതാ വ്യവസായ കേന്ദ്രം 22ാം വാർഡിൽ നിന്നാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മായ നഗരസഭാ കൗൺസിലിലേക്ക് രണ്ടാമതും മത്സരിക്കുന്നത്. ഭർത്താവായ ഉണ്ണികൃഷ്ണൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി തൊട്ടടുത്ത കേന്ദ്രീയ വിദ്യാലയം 23ാം വാർഡിൽ നിന്നും ജനവിധി തേടുന്നു. കഴിഞ്ഞ തവണ ഈ പ്രദേശങ്ങൾ ഉൾപ്പെട്ട NSS കോളേജ് വാർഡിൽ നിന്നാണ് മായ വിജയിച്ച് കൗൺസിലറായത്. അധ്യാപികയായ മായ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷയുമായി. ആദ്യഘട്ടത്തിൽ താനിനി മത്സരിക്കാനില്ലെന്ന് നേതൃത്വത്തെ അറിയിച്ചിരുന്നതാണെന്നും വാർഡിലെ പ്രവർത്തകരുടെയും നേതൃത്വത്തിന്റെയും നിരന്തരമായ ആവശ്യത്തെ തുടർന്നാണ് മത്സരിക്കാനിറങ്ങിയതെന്നും മായ പറയുന്നു. പാർട്ടിയുടെ നിർബന്ധം, അതുപോലെ 22ാം വാർഡിലത്തെ നമ്മുടെ പ്രവർത്തകരുടെ ആവശ്യപ്രകാരം ഞാൻ 22ാം വാർഡിൽ മത്സരിക്കുകയാണ്. എന്തായാലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ശുഭപ്രതീക്ഷ ഉണ്ട്. ഇവിടെ നമ്മുടെ സിറ്റിംഗ് വാർഡ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ള കുറേ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച അടുത്ത 5 വർഷം കൂടി ചെയ്യാമെന്നുള്ളൊരു വിശ്വാസം ഉണ്ട്. എന്തായാലും അവിടെ പുതിയ വാർഡ് എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് ഒരുപാട് ബന്ധങ്ങൾ ഉള്ളൊരു വാർഡാണ്. പിന്നെ അവിടുത്തെ ഓരോ കാര്യങ്ങൾക്ക് നമ്മൾ അറിയുന്നതിനനുസരിച്ചിട്ട് അവിടെ ഓടിയെത്താറുണ്ട്. വാർഡ് വിഭജിച്ചത് അനുകൂലമാക്കി മാറ്റാമെന്നുള്ള വിശ്വാസത്തിൽ വാർഡ് കമ്മിറ്റിയുടെ ഏകകണ്ഠമായ നിർദ്ദേശത്തിലാണ് ഉണ്ണികൃഷ്ണൻ ആദ്യമായി മത്സരത്തിനിറങ്ങിയത്. 2021 സൂപ്രണ്ടായി വിരമിച്ച ശേഷം തുടർന്നങ്ങോട്ട് പൊതുപ്രവർത്തകനായി മാറിയെന്നും ഉണ്ണികൃഷ്ണൻ പറയുന്നു. കഴിഞ്ഞൊരു 2021 KSEBിലെ നോഡൽ ഓഫീസറായിട്ടൊക്കെ റിട്ടയർ ചെയ്തത്. അതിനുശേഷം തുടർച്ചയായിട്ട് ഞാൻ ഈ പൊതു രംഗത്ത് തന്നെ ഉണ്ടായിരുന്നു. ഈ കൗൺസിലറുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ഇവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വാർഡ് നമുക്കൊരു നല്ല പരിചയമുള്ള വാർഡ് തന്നെയാണ്. കുറച്ച് പോർഷൻ പോലത്തെ ഈ 3 വാർഡുകൾ കൂടുക കാരണം കുറച്ച് ഒരു 40% മറ്റുള്ള വാർഡുകൾക്ക് പോയി. 60% ഇവിടെയുണ്ട്. ബാക്കി കുറച്ച് ഭാഗം കൂട്ടിച്ചേർത്തു. ഇപ്പോൾ നല്ല പരിചയമുള്ള വാർഡ് തന്നെയാണ്. നല്ല ശുഭപ്രതീക്ഷയുണ്ട്. മീറ്റ്ന സീനിയർ ബേസിക് സ്കൂൾ അധ്യാപികയാണ് മായ. KPSTA സംസ്ഥാന സമിതി അംഗവും മഹിളാ കോൺഗ്രസ് ഒറ്റപ്പാലം ബ്ലോക്ക് പ്രസിഡന്റുമാണ്. 2 വാർഡുകളിലും ജയിച്ചു കയറാമെന്നുള്ള ശുഭപ്രതീക്ഷയുണ്ടെന്ന് ദമ്പതിമാർ പറയുന്നു. കേരള വിഷൻ ന്യൂസ്, പാലക്കാട്.